ജമ്മുകാശ്മീരിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ. കിഷ്ത്വാറിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന വധിച്ചത് പാകിസ്ഥാൻ പൗരനായ ആദിലിനെയാണ്. പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കിഷ്ത്വാറിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൈന്യവും ഈ ഭീകരരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അതിൽ ജെയ്ഷെ ഭീകരൻ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാം? 18 മാസം മുമ്പ് അതിർത്തി കടന്ന് ഭാരതത്തിലേക്ക് ജമ്മു കാശ്മീരിലേക്ക് എത്തിയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് കമാൻഡറാണ് ഇപ്പോൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 18 മാസമായി ഇയാളെ പിടികൂടുന്നതിനായി സുരക്ഷാ സേന വിവിധ തലത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. കിഷ്ത്വാറിലെ ഉയർന്ന വനമേഖലകളിൽ തമ്പടിച്ചുകൊണ്ടായിരുന്നു ഭീകര പ്രവർത്തനങ്ങളിൽ ആദിൽ നിയന്ത്രിച്ചത്. ഒപ്പം കിഷ്ത്വാർ മേഖലയിൽ കൂടുതൽ ഭീകര സാന്നിധ്യം കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. 10 ദിവസത്തിനുള്ളിൽ 4 തവണയാണ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നത്. ഏറ്റുമുട്ടലിന് ശേഷം വനമേഖലയിലേക്ക് ഒളിക്കുന്ന ഭീകരരെ കണ്ടെത്താൻ തുടർച്ചയായി പരിശോധന നടത്തുന്നു. അത്തരത്തിൽ സൈന്യവും ജമ്മു കശ്മീർ പോലീസും CRPFും സംയുക്തമായി നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് ഇന്നലെ കിഷ്ത്വാറിൽ ഒരു ഭീകരനെ വധിച്ചത്. ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദിന്റെ മുതിർന്ന കമാൻഡർ, ഒപ്പം ജമ്മു കശ്മീരിൽ നിരവധി ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത പാകിസ്ഥാൻ പൗരൻ ആദിലാണ് എന്നാണ് നിലവിൽ തിരിച്ചറിഞ്ഞത്. കിഷ്ത്വാർ മേഖലയിൽ മറ്റ് ഭീകരർക്ക് വേണ്ടിയുള്ള പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഉദ്ധംപൂരിലും കിഷ്ത്വാറിലും നടന്നിട്ടുള്ള 2 ഏറ്റുമുട്ടലുകളിലായി 3 പാകിസ്ഥാൻ ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചിരുന്നത്. നീലിമ. ഓക്കെ ജിഷ്ണു.